ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ വാക്കാൻ നന്നായിട്ട് താമസിച്ചു പോയി എഴുന്നേക്കാൻ. അപ്പോൾ ഇന്ന് കുഞ്ഞിന് എക്സാം ഉണ്ട്, അപ്പോൾ അതിനും പോകണം. രാവിലെ ചായ അടുപ്പത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ വെളിയിലോട്ട് വന്നപ്പോൾ മൊത്തം ഒന്നും കൂടെ ഇയാൾ താമസമില്ലാത്ത പോലെ മുറ്റം മൊത്തം കുരിശിൽ കുത്തി കിടക്കുകയും അതുപോലെ കരിയിലേക്ക് കിടക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മഞ്ഞൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്തിരി നന്നായിട്ട് നേരം പുലർന്നിട്ടാണ് എഴുന്നേറ്റത്. ഇത്തിരി താമസിച്ചു. എപ്പോഴും ഞാൻ എഴുന്നേൽക്കുന്നതിനേക്കാളും ഒക്കെ നന്നായിട്ട് താമസിച്ചാണ് ഇന്ന് എഴുന്നേറ്റത്. അന്നേരം ഉറങ്ങിപ്പോയതാണ് ക്ഷീണം കൊണ്ട്. പിന്നെ നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ അടുക്കള ഇത്തിരി ഒതുക്കിയിട്ട് ഓടി വരാമെന്ന് വെച്ച് മുറ്റം തൂക്കാലോ എന്ന് വെച്ച് അവിടുത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് എന്നിട്ട് നേരെ അപ്പോൾ അങ്ങ് പോകാമെന്ന് വെച്ച് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പാലിങ്ങനെ തിളയ്ക്കാറായിട്ടൊക്കെ നിൽക്കുവാണ്. പിന്നെ ചായ തിളപ്പിച്ച് ചായ ഇത്തിരി മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനൊരു ഉണർവൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ച് ഇത്തിരി ചായ എനിക്ക് മാറ്റി വെച്ചിട്ട് അതിങ്ങനെ ഓരോ ഔൺസ് വീതമാണ് ഇടക്കിടക്ക് വന്ന് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലേന്നേ അരച്ച് വെച്ച ഉഴുന്നോ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി പെട്ടെന്നാവുമല്ലോ എന്ന് വെച്ച്, പക്ഷേ കുഞ്ഞു പറഞ്ഞ് ദോശയും തട്ടിക്കൂട്ട് സാമ്പാറും വേണമെന്ന് വെച്ചാണ് അങ്ങനെ വെച്ച് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേവിച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച്, കഷ്ണങ്ങൾ വലുതായിട്ടൊന്നുമില്ല, ഉള്ളത് വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പിന്നെ ഇത്തിരി ചോറുണ്ടായിരുന്നു, അതും തിളപ്പിച്ചൂറ്റി പിന്നെ വന്ന് മുറ്റം തൂക്കാമെന്നും പറഞ്ഞ് ചൂലും എടുത്ത് വന്ന് നേരെ അങ്ങ് മുറ്റം തൂത്തേക്കാമെന്ന് വെച്ച്. അപ്പോഴത്തേക്ക് ആച്ചുകുട്ടനും പപ്പായും ഒന്നും എഴുന്നേറ്റിട്ടില്ല. അവരെഴുന്നേൽക്കുന്ന മുമ്പേ മുറ്റവും തൂത്ത് അടുക്കളയെ കുറച്ച് ജോലി ഒതുക്കുവാണെങ്കിലേക്ക് ബാക്കി നമുക്ക് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ എന്ന് വെച്ച് അങ്ങനെ നേരെ ഇവിടെയൊക്കെ തൂത്ത് വാരി എല്ലാം നോക്കും. അപ്പോഴാണ് നമ്മുടെ ഒരു ചെടി കിട്ടും, മുറികൂടൻ ചെടി എന്ന് പറയും. അത് മുറിവിനൊക്കെ ഒഴിക്കുന്ന ഒരു ചെടിയാണ്. ഇതാണ് സാധനം. അപ്പോൾ ഇത് എങ്ങനെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. പിന്നെ പിച്ചി നമ്മുടെ പരിപ്പൊക്കെ തീരാറായി. അങ്ങനെ നിന്ന് നോക്കി തൂത്ത് കഴിഞ്ഞ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗി എനിക്ക് തോന്നും. എനിക്ക് മാത്രമുള്ള നിറത്തിൽ ഇങ്ങനെ ഒരേ വട്ട്. പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് പിന്നെ ഏട്ടനച്ച് തൊണ്ടയിലച്ച് വെള്ളം കൊള്ളാൻ വേണ്ടി ചോദിച്ചു. ഞാനച്ച് വെള്ളം കൊടുക്കാമെന്ന് നിന്നപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ് കൊടുത്തത്. അപ്പോൾ മഞ്ഞപ്പൊടി ഒരിത്തിരി കൂടിപ്പോയി, അതാണ് ആ കളർ വന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ദോശയും അങ്ങ് റെഡിയാക്കുവാണ്. സാമ്പാർ പിന്നെ പൊടികളൊക്കെ ചേർത്തെടുത്താൽ മതിയല്ലോ എന്ന് വെച്ച് പിന്നെ സാമ്പാർ ദോശയും കൂടെ എടുത്ത് അപ്പോൾ ചമ്മന്തി എടുക്കാമെന്നുള്ള രീതിയിൽ നിന്നപ്പം കുഞ്ഞു പറഞ്ഞ് വേണ്ട സാമ്പാർ തന്നെ മതിയെന്നും പറഞ്ഞാണ് പിന്നെ നമ്മളങ്ങ് ചെയ്തത്. പിന്നെ കഷ്ണങ്ങളില്ലാതെ നമ്മൾ ഒത്തിരി കഷ്ണങ്ങൾ വെച്ചാകുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായി തന്നെ കിട്ടും. അങ്ങനെ പിന്നെ ഇന്ന് ഏട്ടൻ ലീവുമാണ്. പിന്നെ സാമ്പാറും ഒക്കെ റെഡിയായി. ദോശ സാമ്പാറും കൂടെ കുഞ്ഞിന് കൊടുത്ത് രാവിലെ ട്യൂഷൻ ടീച്ചറും വന്ന് ഇപ്പോൾ പരീക്ഷയും കൂടെയാണ്, അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കുഞ്ഞിനുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി കുഞ്ഞിന് സ്കൂളിൽ പോകാനായിട്ട് നേരിങ്ങി എല്ലാം റെഡിയായി നിൽക്കുവാണ്. പിന്നെ ഏട്ടൻ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ വാതിക്ക് നോക്കി നിന്നപ്പോഴത്തേക്ക് പപ്പായും മോനും കൂടെ ഇങ്ങനെ ദാണ്ട വരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി ഗേറ്റൊക്കെ തുറന്ന് അങ്ങനെ നേരെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇന്ന് താമസിച്ച് പോയി കാണും, സാറ് വന്ന് കാണുമെന്ന് പറഞ്ഞാണ് ആച്ചുക്കുട്ടൻ ധൃതി വെച്ചിങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ പറയട്ടെ മോനെ വന്ന് കാണത്തില്ല, കുഴപ്പമില്ല, നമ്മൾ താമസിച്ചില്ലെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏട്ടനുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്തിരി താമസിച്ചേ ഇറങ്ങത്തുള്ളൂ, പെട്ടെന്ന് ഇങ്ങനെ എത്തുമല്ലോ എന്ന് വെച്ച്. അപ്പോൾ ഏതായാലും ബെല്ലൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നേരെ കുഞ്ഞിനെ സ്കൂൾ ക്ലാസ്സിലോട്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ഏട്ടനെ ഞാൻ കൊണ്ടുപോകുന്നത്. പനിയൊക്കെ ആയതുകൊണ്ട് ആരംഭത്തിലേ മരുന്ന് മേടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ നിർമ്മല ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ ആദ്യം ഏട്ടൻ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ പിടിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. ആരും ഇല്ലാതൊക്കെ ആണെങ്കിൽ ഓക്കെ, ആളിങ്ങനെ നല്ല മൂഡിലാണ്. ഇപ്പോൾ വയ്യാത്തയും കൂടെ ആയതുകൊണ്ട് ആളൊരു ഇതില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ഏട്ടനെ അറിയാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ വീഡിയോ അങ്ങ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിത്തിരി പണി പാളിപ്പോയി, ഇത്തിരി ഇതൊന്ന് തിരിഞ്ഞു പോയി വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ആരും ഒന്നും പറയല്ലേ. പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അകത്തോട്ട് വരുമ്പോൾ ചെറിയൊരു അക്വേറിയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ഓരോ ചെടികളും അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പർ സെറ്റപ്പിൽ അവർ വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ഹോസ്പിറ്റലും കൂടെയാണ്. അപ്പോൾ മുമ്പ് ഇത്രയും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ കുറേ നാളായി ഞങ്ങളിവിടെ വന്നിട്ട്. കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയുടെ ആ തുടക്കത്തിലൊക്കെയാണ് നമ്മളൊന്ന് വന്നത്. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഏട്ടൻ്റെ പുറകിലിരുന്നാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇഞ്ചക്ഷൻ എടുക്കുമെന്നുള്ളൊരു ടെൻഷനിലുണ്ട്. ഇഞ്ചക്ഷൻ അലർജിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ മുറ്റത്തോട്ട് ഇങ്ങനെ വാതിക്കലോട്ട് നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ നമ്മുടെ നമ്പർ വന്ന് അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരൻ പണ്ട് ഞങ്ങൾ വന്ന അതേ ഡോക്ടർ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ വന്ന് ഡോക്ടർ കഫക്കെട്ടിൻ്റെ ഇതൊക്കെയാണ് ആൻറ്റിബയോട്ടിക്കും ഒക്കെ ഒരു സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ മരുന്ന് മേടിക്കും.
മേടിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ എല്ലാം നല്ല പണ്ട് വന്നതോ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ വന്നിരിക്കുമ്പോൾ. അങ്ങനെ മരുന്നും മേടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഓരോ കാര്യങ്ങളും, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, എന്നിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെടും, നല്ല രസവും കാര്യങ്ങളൊക്കെയാണെന്നും പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്തിരി മീനും കൂടെ മേടിക്കാമെന്ന് വെച്ച് ഇത്തിരി കൊച്ചുമത്തിയാണ് മേടിച്ചത്. മീനും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.